എഴുത്തുകാരിൽ നിന്നും സംവിധായകനിലേക്കുള്ള ദൂരം വളരെ കുറവാണെന്ന് രവി തെളിയിച്ചു. ഹലോ, ശരി, ആയിക്കോട്ടെ. ഒന്നിനൊരു കുറവ് വരരുത്. പൈസയ്ക്ക് കുഴപ്പമൊന്നുമില്ല, മുടക്കമൊന്നും ഉണ്ടാവരുത്. അങ്ങനെയൊക്കെ കൊള്ളാം, പക്ഷെ നിങ്ങളാരും ക്യാമറയിലേക്ക് നോക്കില്ല. ക്യാമറയിലേക്ക് നോക്കല്ലേ? ശരിയാവും, വേറെ കുഴപ്പമൊന്നുമില്ല. റെഡിയല്ലേ? ഓക്കേ സർ. റോൾ ചെയ്യാം. റോളിംഗ് സർ. ആക്ഷൻ. നീ ഒന്ന് അടങ്ങ്, എനിക്കറിയാം എന്താ ചെയ്യണ്ടേ. വളരെ പെട്ടെന്നായിരുന്നു ലവ് ബോണ്ടയുടെ ആദ്യ ഷെഡ്യൂൾ രവി പൂർത്തീകരിച്ചു. ഈ അവസരത്തിലാണ് രവിക്ക് ലക്ഷ്മിയുടെ ആ ഫോൺ കോൾ എത്തുന്നത്. അതോടെ എല്ലാം തകിടം മറിഞ്ഞു. ആ പറഞ്ഞു, കേൾക്കാം. ഞാനിപ്പോ ഷൂട്ടില്ല, കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. കുഴപ്പമാണല്ലേ അവിടെ? ആലോചിച്ച് ചെയ്യും. ഏകദേശം കാര്യങ്ങൾ എനിക്കറിയാമായിരുന്നെങ്കിലും അവൻ ഷെഡ്യൂൾ പാക്കപ്പ് പറഞ്ഞതോടുകൂടിയാണ് സംഗതിയുടെ ഗൗരവം എനിക്ക് പിടികിട്ടിയത്. ഹായ്, രവി സാർ എന്തി? രവി സ്ഥലത്തില്ല, ഷെഡ്യൂൾ പാക്കപ്പാണ്. ആളിതെവിടെ പോയി? രവി കുറച്ച് പ്രശ്നത്തില്ല. പ്രൊഡ്യൂസറോ? പ്രൊഡ്യൂസർ റൂമിലുണ്ട്, കൂട്ടിക്കൊണ്ട് ചെല്ലാൻ. എന്നാ നമുക്കിനി റൂമിലേക്ക് പോവാം. തൽക്കാലത്തേക്ക് രവി ഷൂട്ടിംഗ് നിർത്തിവെച്ചതോടുകൂടി ടെക്നീഷ്യന്മാരുടെയും ആർട്ടിസ്റ്റുകളുടെയും ഡേറ്റുകൾ ക്ലാഷ് ആവാതെ നോക്കേണ്ട ഉത്തരവാദിത്വം എനിക്കായി. അതോടൊപ്പം ജോസിനോട് എനിക്ക് രവിയുടെ അവസ്ഥയെപ്പറ്റി പറയേണ്ടിയും വന്നു. എനിക്ക് കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നെങ്കിലും അത് വലിയ കാര്യമായി. ജോസ്, എനിക്ക് കുറച്ചുകൂടെ സമയം തരണം. നിനക്കറിയാലോ, ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടവനാണ്. എനിക്ക് കുറച്ചുകൂടെ സമയം തന്നേ പറ്റൂ. വർക്ക് ഞാൻ തീർത്തോളാം. എന്താ നിന്റെ തീരുമാനം? നീ പറയുന്ന പോലെ. ഞാൻ കാരണം നിനക്കൊരു നഷ്ടം ഉണ്ടാകുന്നു. രവി, കാര്യങ്ങളൊക്കെ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എല്ലാം നല്ലതിനായിരിക്കും. ജീവിതം വലുത്. ഞാൻ കാരണം നിനക്കും ഒരു വിഷമം ഉണ്ടാവരുത്. ഞാൻ വെയിറ്റ് ചെയ്തോളാം. നീ പോയൊന്ന് കാണാവളെ. എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? മറന്നല്ലോ. എൻ്റെ ഷേവിംഗ് സെറ്റും ബ്ലേഡും ഒന്നിങ്ങെടുത്തേ. നല്ല പോലെ ഉറങ്ങണം. പപ്പ ഒന്ന് കിടക്കട്ടെ. ഗുഡ് നൈറ്റ്. അലീന, എന്താ കാണിക്കുന്നേ? അലീന, പപ്പ ഡോറ് തുറക്ക. അലീന, എടി ഡോർ ഒന്ന് തുറക്കാനല്ലേ പറഞ്ഞേ?
പപ്പ എന്താ മോളെ? പപ്പ ഇങ്ങോട്ടൊന്ന് എന്താ വന്നേ. പറ്റി? നീ അലീന. എന്താ പറ്റി? ഡോറ് തുറക്ക്. അലീന. ഓട്ടോ പിടിച്ചിട്ട് ഡിക്രൂസിന്റെ വീട്ടിലോട്ടാണെന്ന് പറഞ്ഞാ മതി. എന്റെ ഉദ്ദേശം എന്താ? പോണ്ടേടാ. എടാ ജോർജ്, ഞാൻ പോയി ശരിയാവൂടാ. അവൾ ആഗ്രഹിച്ചപ്പോ ഞാൻ ഒഴിഞ്ഞു മാറി. ഇപ്പോൾ അവിടെ മനസ്സിൽ എന്താണെന്ന് അറിയത്തില്ല. എന്തുവാടേ? പോണോടാ, വേണോ? പോവാടാ, എന്തോ ആവട്ടെ, പോവാ. ഭാര്യമേ ചേട്ടോ, കട്ടാക്കുട്ടി വരെ പോവോ? ആ ഡിക്രൂസച്ചായന്റെ വീടറിയാവോ? ഒന്ന് പെട്ടെന്നാവട്ടെ. അലീനയുടെ വീട്ടിൽ ഞങ്ങൾ എത്തുമ്പോൾ എനിക്കാകെ ഒരു പന്തികേട് തോന്നി. എന്തോ ഒരു വശപ്പിശക്. രവിയെ, ലൈറ്റൊന്നും കത്തിച്ചില്ലല്ലോടാ. ഇവിടെ എന്തോ കിടക്കുന്നല്ലോ. ഇതെന്താ ഇത്? ബ്ലഡ് അല്ലയോ? ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് രവി. മോളെ, അവിടെ ആരോ നിൽപ്പുണ്ടല്ലോ. ആരാ അത്? ഓ, നിങ്ങളോട് ഇരിപ്പുണ്ടായിരുന്നു. രവിയേട്ടൻ ഇപ്പൊ എത്തിയുള്ളോ? വന്നിരിക്ക് ബാ. എന്താ പപ്പ, അരീനയ്ക്ക് എന്താ സംഭവിച്ചേ? എന്താ? നീയെങ്കിലും ഒന്ന് പറ. ജോർജ്, നിനക്കറിയാവോ എന്ത് പറ്റി ഇവിടെ? എന്താടാ ഇവിടെ നടക്കുന്നത്? നമ്മൾ ഒരുമിച്ചല്ലേ വന്നത്. ഇവിടെ എന്താ നടക്കുന്നത് നിനക്കറിയാമെങ്കിൽ പറ. എന്താ പപ്പ? ആരെങ്കിലും ഒന്ന് പറയ്. ഇനിയിപ്പോ കാര്യങ്ങൾ ഇവൻ തന്നെ അങ്ങ് തീരുമാനിക്കട്ടെ. എനിക്കാണ് തെറ്റുപറ്റിയത്. മോനെ രവി, ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിട്ടാ. എന്നിട്ടും എൻ്റെ മോള് കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിച്ചു. ഭാഗ്യമില്ലാത്തവളാ. എല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ. ഇതെല്ലാം ഞാൻ കാരണമാണല്ലോ. രവിയേട്ടാ, നമ്മൾ സംസാരിച്ചില്ല, അവള് കേട്ടു. അതാ കാര്യം. അതിനുശേഷമാ അവൾ ആകെ മാറിയത്. ജോർജ്, എന്താണ്? എന്താന്ന് വെച്ചാ നീ ചെയ്യ്. എന്നെ കൊണ്ടൊന്നും ആകില്ല. ഞാൻ പോവാ. ഒരു ഭാഗ്യമില്ലാത്തവനാ ഞാൻ. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഞാനായിരുന്നു അവസാനിക്കേണ്ടിയിരുന്നത്. ആരും എങ്ങോട്ടും പോകണ്ട. എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. മനുഷ്യനെ കുരങ്ങ് കളിപ്പിക്കുകയായിരുന്നു. അലീനെ കുറ്റം പറയണ്ട. ഞാൻ പറഞ്ഞിട്ടാ അവള് മാറിയത്. നിനക്ക് അവളോട് സ്നേഹമുണ്ടോ എന്നറിയാൻ. എന്തിനാ എന്നെ തേടി വന്നത്? എന്നെ ഉപേക്ഷിച്ചിട്ട് പോയതല്ലേ. ഇപ്പോഴെന്താ ഒരു സ്നേഹം? ഞാൻ മരിച്ചെന്നറിഞ്ഞിട്ടാണോ? ഇതിലും ഭേദം ചത്താ മതിയായിരുന്നു.
നീയും കൂടെ ചേർന്നോണ്ടാ അല്ലേടി? നിനക്കിപ്പോ സമാധാനമായില്ലേ? മേലിൽ എന്നെ വിളിക്കരുത്. എന്നെ അറിയാവല്ലോ ലക്ഷ്മി. ഞാൻ ഇറങ്ങുവാ. എങ്ങോട്ടാ പോകുവാണോ? ഒന്ന് നിക്കേ. അലീന, നീ ഇവിടെ നില്ല്. അവൻ തിരിച്ചു പോകട്ടെ. വിളിക്ക് രവി പപ്പാ. കൈവിട്ടു പോയി തിരികെ കിട്ടുമ്പോ ഇങ്ങനെ കാണിക്കില്ലടാ. കൈ പറ. വിട് പപ്പാ. പപ്പ പറഞ്ഞിട്ടില്ലേ ഞാൻ ഇതിനൊക്കെ കൂട്ടുനിന്നത്. രവിയേട്ടാ അവൾ ഇനിയും സങ്കടപ്പെടുത്തണോ? എന്താടി കൈവിറേ? എന്തെങ്കിലുമൊക്കെ ചെയ്. ഒരൊടുക്കത്തൊരു ജാട. പപ്പയുടെ മോള് ചെല്ല്, സന്തോഷമായിട്ട് ജീവിക്കുക.